നമസ്കാരം, എല്ലാവർക്കും വെയിറ്റ് ഓഫ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമുക്കിന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2022 ജനുവരി 21-ന് 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ആ 3-ൽ ഒന്നല്ലാത്തത്? ഇതിലുത്തരം ഓപ്ഷൻ സി നാഗാലാൻഡാണ്. ക്വസ്റ്റ്യൻ 2, വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, അതായത് ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? അത് ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് ആണ്. ക്വസ്റ്റ്യൻ 3, 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹരിജൻ യാത്രാ പര്യടനം. ക്വസ്റ്റ്യൻ 4, അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പുരാണ ക്വില. ക്വസ്റ്റ്യൻ 5, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ്? അത് ഓപ്ഷൻ എ രാമനമ്പിയാണ്. ക്വസ്റ്റ്യൻ 6, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി. ക്വസ്റ്റ്യൻ 7, കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1991. ക്വസ്റ്റ്യൻ 8, രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ഡി ന്യൂറംബർഗ്. ക്വസ്റ്റ്യൻ 9, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലകളിലാണ്. ഉത്തരം ഓപ്ഷൻ എ ജീൻ ജാക്കോസ് റൂസോ. ക്വസ്റ്റ്യൻ 10, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗീസ്. ക്വസ്റ്റ്യൻ 11, ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ഉത്തരം ഓപ്ഷൻ സി കോഴിക്കോട്. ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ 13, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മണൽക്കല്ല് സിസ്റ്റ്. ക്വസ്റ്റ്യൻ 14, സർവേ ഓഫ് ഇന്ത്യയുടെ ട്രോപ്പിയോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി പോളികോണിക്. ക്വസ്റ്റ്യൻ 15, 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ജപ്പാൻ. ക്വസ്റ്റ്യൻ 16, ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോയും. ക്വസ്റ്റ്യൻ 17, ഒരു സങ്കോചിതപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതിയും. ക്വസ്റ്റ്യൻ 18, ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. ഉത്തരം ഓപ്ഷൻ എ വിപണി വിലയിൽ GDP അറ്റ പരോക്ഷ നികുതികൾ. ക്വസ്റ്റ്യൻ 19, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആക്ട് നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം ഓപ്ഷൻ ബി 9ാം പഞ്ചവത്സര പദ്ധതി. ക്വസ്റ്റ്യൻ 20, എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. ക്വസ്റ്റ്യൻ 21, താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി ഗവൺമെൻറ്റിൻ്റെ എതിരായ എതിർപ്പ് സമാഹരിക്കുക. ക്വസ്റ്റ്യൻ 22, വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്ത് എത്തിക്കുന്നു, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുന്നു. ക്വസ്റ്റ്യൻ 23, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഉത്തരം ഓപ്ഷൻ എ ആണ് സാമൂഹികവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം, സംയോജനത്തിൻ്റെ പ്രവർത്തനം. ക്വസ്റ്റ്യൻ 24, COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളോടൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. ക്വസ്റ്റ്യൻ 25, ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50 കുറച്ച സംസ്ഥാനം ഏതാണ്?
ഉത്തരം ഓപ്ഷൻ എ ജാർഖണ്ഡ്. ക്വസ്റ്റ്യൻ 26. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായതെന്ന് പറയുന്നത് 2 മാത്രമാണ്. അതായത് നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. ക്വസ്റ്റ്യൻ 27. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. ക്വസ്റ്റ്യൻ 28. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 48A-യും 51A-യും. ക്വസ്റ്റ്യൻ 29. ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കും. ഇതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ശരിയായത് ഹാജരാക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. ശരിയായത് ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ 30. 106-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്താണ്? ഉത്തരം ഓപ്ഷൻ സി. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A, ആർട്ടിക്കിൾ 330A, 332A ഉൾപ്പെടുത്തൽ. ക്വസ്റ്റ്യൻ 31. 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി. കാർലോസ് അൽക്കാരാസ്. ക്വസ്റ്റ്യൻ 32. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. അഗ്നിസാക്ഷി. ക്വസ്റ്റ്യൻ 33. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ. റസൂൽ പൂക്കുറ്റി. ക്വസ്റ്റ്യൻ 34. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസാണ് നേടിയത്? ഉത്തരം ഓപ്ഷൻ ഡി. 18,426. ക്വസ്റ്റ്യൻ 35. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി. SL പുരം സദാനന്ദൻ. ക്വസ്റ്റ്യൻ 36. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ. S. ഗുപ്തൻ നായർ. ക്വസ്റ്റ്യൻ 37. കുമാരനാശാൻ അന്തരിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. 1924. ക്വസ്റ്റ്യൻ 38. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ. ജി അരവിന്ദൻ. ക്വസ്റ്റ്യൻ 39. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി. ലയണൽ സ്കലോണി. ക്വസ്റ്റ്യൻ 40. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി. മലപ്പുറം. ക്വസ്റ്റ്യൻ 41. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഹബ്ബ് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. പിന്നെ റൂട്ടർ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. പിന്നെ റിപ്പീറ്റർ വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. പിന്നീട് ഗേറ്റ് വേ എന്ന് പറയുന്നത് 2 വ്യത്യസ്ത നെറ്റ്വർക്കുകൾ ബന്ധിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ 42. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്ററി മെമ്മറി സിസ്റ്റം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. കാഷെ മെമ്മറി. ക്വസ്റ്റ്യൻ 43. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് ഓപ്ഷൻ സി. വെബ് ജാക്കിംഗ്. ക്വസ്റ്റ്യൻ 44. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഓപ്ഷൻ ഡി. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ 45. ലാറി പേജും സെർജി ബ്രീനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്നാണ് ഓപ്ഷൻ ബി. ഗൂഗിൾ. ക്വസ്റ്റ്യൻ 46. താഴെ പറയുന്നതിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ക്വസ്റ്റ്യൻ 47. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സൗരോർജം, കാറ്റ് ശക്തി, ബയോമാസ്. ക്വസ്റ്റ്യൻ 48. താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? അത് ഓപ്ഷൻ ബി ആണ്. IXPE. ക്വസ്റ്റ്യൻ 49. ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായത് ഉത്തരം ഓപ്ഷൻ ബി 1, 3, 4 അതായത് ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. പിന്നീട് ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണമാണ്.
ഇനി ഒരു ദേശീയ ജൈവവൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവവൈവിധ്യത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ 50. സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിൻ്റ് 1ൻ്റെ ദൂരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. മാത്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നീട് ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 71. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്ക്ലി? ഉത്തരം ഓപ്ഷൻ സി ആഡ്വേർബ്. ക്വസ്റ്റ്യൻ 72. ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിംഗ്. ഉത്തരം പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ 78. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ്. ക്വസ്റ്റ്യൻ 74 ഡിലീറ്റ് ചെയ്തതാണ്. ഇനി 75. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ഉത്തരം ഓപ്ഷൻ ബി. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. ക്വസ്റ്റ്യൻ 76 ഡിലീറ്റ് ചെയ്തതാണ്. ഇനി ക്വസ്റ്റ്യൻ 77 നോക്കാം. സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഐ എം ഗോയിങ് ടു ദ മാൾ. ക്വസ്റ്റ്യൻ 78. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ആൻറ്റോണിമം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ ഫോംഡ് വിത്ത് ദ സഫിക്സ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. അൺകംഫർട്ടബിൾ. ക്വസ്റ്റ്യൻ 79. ചൂസ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ ഫ്രേസൽ വെർബ് ഗീവ് ഇൻ. ഉത്തരം ഓപ്ഷൻ എ. ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്. ക്വസ്റ്റ്യൻ 80. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് എ ജെറണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഷി എൻജോയ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ. ക്വസ്റ്റ്യൻ 81. വാട്ട് ഈസ് ദ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. വെർബോസിറ്റി. ക്വസ്റ്റ്യൻ 82. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടഡ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച്. ഐ വുഡൻറ്റ് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഷീ സെഡ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഷീ സെഡ് ഷീ വുഡൻറ്റ് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ക്വസ്റ്റ്യൻ 83. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ ജെൻഡർ. ഉത്തരം ഓപ്ഷൻ സി ആണ്. ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത്. ക്വസ്റ്റ്യൻ 84. സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ്. അടുത്ത ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 86. വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ടു റിവീൽ എ സീക്രട്ട്. ക്വസ്റ്റ്യൻ 87. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ദ വേർബ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ദ ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി. ക്വസ്റ്റ്യൻ 88. റബേക്ക റെയർലി ഈറ്റ്സ് സ്വീറ്റ്സ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഡസ് ഷീ. ക്വസ്റ്റ്യൻ 89. വാട്ട് ടേം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ റേഷ്യൽ പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജീനോസൈഡ്. ക്വസ്റ്റ്യൻ 90. ചൂസ് എ സ്യൂട്ടബിൾ സിനോണിമം ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ ഫോർ ദ വേർഡ് ഗിവൺ. മെറ്റിക്കുലസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. കെയർഫുൾ. ഇനി മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 91. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായത് ഓപ്ഷൻ ബി ആണ്. വിദ്യുത് ശക്തി. ക്വസ്റ്റ്യൻ 92. ശരിയായ വാക്യം കണ്ടെത്തുക. ഇതിൽ ശരി ഓപ്ഷൻ എ ആണ്. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി. ക്വസ്റ്റ്യൻ 93. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? എനിക്ക് തലവേദനയുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക്. ക്വസ്റ്റ്യൻ 94. അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ജിജ്ഞാസ. ക്വസ്റ്റ്യൻ 95. പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. നീഢം. ക്വസ്റ്റ്യൻ 96. ചേർത്തെഴുതുക. വാക് പ്ലസ് വാദം. ഉത്തരം ഓപ്ഷൻ സി. വാഗ്വാദം. ക്വസ്റ്റ്യൻ 97. അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. അണിയം. ക്വസ്റ്റ്യൻ 98. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ. അധികമായാൽ അമൃതും വിഷം. ക്വസ്റ്റ്യൻ 99. ശരിയുത്തരം കണ്ടെത്തുക. താവഴി. ഉത്തരം ഓപ്ഷൻ സി. തായ് പ്ലസ് വഴി. ക്വസ്റ്റ്യൻ 100. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി. ഏകവചനം. ഇത്രയാണ് ഡിഗ്രി ഫസ്റ്റ് ഫേസ് പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. അപ്പോൾ ഇതിൻ്റെ മാത്സിൻ്റെ ക്ലാസ് നമ്മൾ വേറെ തന്നെ ഒരു വീഡിയോ ഇട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.